എവരിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള ഗ്രീൻ ഹട്ട് നേഴ്സറി ഫാമിലാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള തന്നെ ഏറ്റവും വലിയ ഒരു നേഴ്സറി ഫാം തന്നെയാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്നല്ലേ അറിയേണ്ടത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ, ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ആണ് ഉള്ളത് ചെടികൾക്ക്. നമ്മളിപ്പോൾ ഒരു ഹൗസ് വാമിങ് വരുമ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ വരും. ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ കൺഫ്യൂഷൻസ് വരും, ഏതെടുക്കണം. ഇവിടെ വന്നാൽ മതി, നമ്മളുടെ മനസ്സിന് യോജിച്ചത്, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുമാത്രമല്ല, ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ ഇവിടെയുണ്ട്, അക്വേറിയമുണ്ട്. നമുക്ക് ഇവിടെ വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊണ്ടുപോകാം. ഇപ്പോൾ ജസ്റ്റ് നൗ ഓപ്പണിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അവർ പ്രത്യേക ഓഫറുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാം മിതമായിട്ടുള്ള വിലയ്ക്കാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഗ്രീൻ ഹട്ടിലെ വളരെ വിശാലമായിട്ടുള്ള ഓർണമെന്റൽ പ്ലാന്റ്. ഈ കാണുന്നതാണ് എൻ്റെ ചുറ്റുമുള്ളതാണ് ഗ്രീൻ ഹട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഗ്രീൻ ഹട്ടിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയണ്ടേ? ദ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ വലിയൊരു കളക്ഷനാണ്. നിങ്ങൾക്ക് വേണ്ടി ഗ്രീൻ ഹട്ടിൽ ബേഡ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ബേഡ്സ് മാത്രമല്ല ഗ്രീൻ ഹട്ട് ഒരുക്കുന്നത്, ഓർണമെൻ്റൽ ഫിഷസിൻ്റെ ഒരു നീണ്ട കളക്ഷൻ തന്നെ എൻ്റെ ബാക്കിലുണ്ട്. അതുപോലെ അക്വേറിയം ആക്സസറീസ് ഉണ്ട്, ചെടികൾക്ക് വേണ്ടിയുള്ള ഫാൻസി ചെടിച്ചെടികളും അല്ലാത്ത ചെടിച്ചെടികളുമുണ്ട്, ജൈവവളങ്ങളുണ്ട്. ചെടികൾക്ക് ആവശ്യമായിട്ട് എല്ലാം മിതമായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഗ്രീൻ ഹട്ട് നൽകുകയാണ്. ചേട്ടാ, നമ്മുടെ ഈ ഗ്രീൻ ഹട്ട് ഫാം എന്നല്ല? അതെ, ഫാം. എവിടെയാണ് കറക്റ്റ് സ്ഥിതിയാണ്? നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ തിരുവല്ലത്ത് നിന്ന് കോളത്തോട്ട് പോകുന്ന റൂട്ടിൽ ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് പുതിയൊരു സംരംഭമല്ലേ? പുതിയതായിട്ട് തുടങ്ങിയ സംരംഭം. ഏകദേശം ഒരു 2-3 ആഴ്ച ആയിട്ടുള്ള സ്റ്റാർട്ടായിട്ട്. നമ്മളിത് എത്ര നമുക്ക് ഇവിടെ കാണാൻ പറ്റും? വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതെ, എത്ര ഏരിയ ഉണ്ടെന്ന് അറിയാം? ഏകദേശം 1 ഏക്കറോളം സ്ഥലം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയതായിട്ടുള്ള ഇത്രയും വലിയൊരു രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫാമാണ്. ഇവിടെ എന്തൊക്കെയാണ് കറക്റ്റ്? അത് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതായത് ഇൻഡോറിൽ വളർത്തുന്നതുകൊണ്ട് ഔട്ട്ഡോറിൽ വളരുന്ന ഇതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പെറ്റ്സിൻ്റെതുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ബേഡ്സ് ഉണ്ട്, അക്വേറിയം ഉണ്ട്. എത്ര അങ്ങനെയാണ് വരുന്നത്. ഫ്രൂട്ട്സിൽ നമുക്കിപ്പം ആൾക്കാർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ
വെറൈറ്റി സംഭവങ്ങളാണ്. എല്ലായിടത്തും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും പ്ലാന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന സംഭവങ്ങൾ എന്താ, അങ്ങനെ എന്തെങ്കിലും എടുത്ത് പറയാൻ വേണ്ടി? അങ്ങനെ തായ്ലാൻഡ് ഗോവ ഉണ്ട്, അതേപോലെ തന്നെ തായ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചാമ്പയുണ്ട്. അതേപോലെ തന്നെ ഈ പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം എയർലി എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇതുണ്ട്. ജാക്ക് ഫ്രൂട്ടിന് അതെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കായ്ക്കുന്ന ഇതാണ് വിയറ്റ്നാം എയർലി എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡാങ്സൂരിയ എന്ന് പറയുന്ന പ്ലാവിൻ്റെ ഐറ്റമുണ്ട്. അതുപോലെ മാവിലാണെങ്കിൽ സോണിയ എന്ന് പറയുന്നതുണ്ട്. പിന്നെ കോട്ടൂർ കോണം, അങ്ങനെ അതുപോലത്തെ ഉള്ള, അതേപോലെ തന്നെ വെറൈറ്റി മാവിൻ്റെ ഇതും ഇവിടെ ഉണ്ട്. പിന്നെ ഫ്ലവറിങ്ങിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എടുത്തു പറയാം? ഫ്ലവർ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ തായ്ലാൻഡ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ബാഡ്സ് ഓഫ് പാരഡൈസ് എന്നൊക്കെ പറയുന്നത് അത് പ്രീമിയം ലെവലുള്ള ചെടികളാണ്. അതിൻ്റെ കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതും വില കുറവിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. അതേപോലെ തന്നെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓർക്കിഡ് ഐറ്റംസ്, അത് ഇൻഡോറിൽ വരുന്ന ഓർക്കിഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജൈവവളമുണ്ട്, അതുപോലെ അല്ലാത്ത വളമുണ്ട്, എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങൾ. അതെ. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം ടോൾ പ്ലാസയ്ക്ക് തൊട്ടടുത്ത് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇനാഗുറേറ്റ് ചെയ്തിട്ട്. ഇവിടെ ഉള്ളത് അലങ്കാര ചെടികളുണ്ട്, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതിൻ്റെ കളക്ഷൻ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പോട്ട്സുകളുണ്ട്, വളമുണ്ട്. അത് പോട്ട്സ്, ഇത് നടേണ്ട പോട്ട്സ്, ഓരോ ഐറ്റം ചെറിയ പോട്ട്സ് മുതൽ വലിയ തരത്തിൽ ഇതിലുള്ള പോട്ട്സ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതും ക്വാളിറ്റി വളരെ കൂടിയതുകൊണ്ട് പ്രീമിയം ആയിട്ട് ഇത് ഇടത്തരമുണ്ട്. അങ്ങനെ രീതിയിലാണ് നമ്മൾ പോട്ട്സിനെ തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻഡോർ പോട്ട്സ് ഉണ്ട്, വീടിനകത്ത് വയ്ക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പോട്ട്സുകൾ, ഇൻഡോർ പോട്ട്സുകൾ നമുക്ക് അകത്ത്. നമുക്ക് വരുമ്പോൾ പാർക്കിംഗ് സൗകര്യം അങ്ങനെ? പാർക്കിംഗ് അത് നമ്മുടെ ഈ ഫാമിൻ്റെ അത്യാവശ്യം 1 ഏക്കറോളം വരുന്ന ഇതിൽ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിംഗ് പോലുള്ള സൗകര്യങ്ങൾ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ വിട്ട് റോഡിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, അകത്ത് തന്നെ. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ പുറത്ത് പോയി ഗാർഡൻ ഷോ ഒക്കെ കാണുന്നില്ല, അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി കാണുക, കുടുംബത്തോടൊപ്പം ഒന്ന് ഇറങ്ങി കണ്ടാൽ തന്നെ നിങ്ങൾ ആസ്വദിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സർവീസിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇത്രയും വലിയൊരു ഏരിയയിൽ ഇവർ ഗ്രീൻ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അറിഞ്ഞവർ എന്തായിരുന്നാലും ഇവിടെ കൂടെ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കൂടെ ഒന്ന് സന്ദർശിക്കുക. അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഗ്രീൻ ഹട്ട് എക്കോ ഫാമിലാണുള്ളത്. അപ്പോൾ ഇത് ഗ്രീൻ ഹട്ട് എന്ന് പറയുന്ന കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇനാഗുറേഷൻ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു കാണില്ല. നമ്മുടെ പുറകിലും ചുറ്റുമൊക്കെ കാണുന്ന ഇത്രയും വലിയൊരു ഏരിയയിൽ ഒരു ഗാർഡൻ, അതുപോലെ തന്നെ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു വിശാലമായിട്ടുള്ളൊരു ഫാം തന്നെയാണുള്ളത്. അതുപോലെ അക്വേറിയം ഉണ്ട്, അക്വേറിയം ആക്സസറീസ് ഉണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് സർവീസസ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പല വൃക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ അലങ്കാര ചെടികളും അതുപോലെ തന്നെ അലങ്കാര പക്ഷികളും അലങ്കാര മത്സ്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സമയം എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ ശനി വരെയും 9 to 9 ആണ്. രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ഉണ്ട്. സൺഡേ മാത്രം 10 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി അല്ല, അതുകൊണ്ട് നല്ല റേറ്റ് കൂടുതലായിരിക്കും. വിചാരിക്കേണ്ട, ഒട്ടും ടെൻഷൻ അടിക്കുന്ന, നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിനാണ് അവർ ഇട്ടിരിക്കുന്നത്. എല്ലാ സർവീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള കസ്റ്റമർ സർവീസാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട, പെട്ടെന്ന് വന്നോളൂ. നമ്മുടെ സ്ഥലം ഒന്നുകൂടെ പറയാം, ടോൾ പ്ലാസയ്ക്ക് തൊട്ടടുത്താണ്. പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമർക്ക് ഒത്തിരി ഓഫർ എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ ഹട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി 20 ഇനമുള്ള മാവുകളാണ്. കോട്ടുകോണം, നാംടോപ്പ്, മിയാസാക്കി എന്ന് പറയുന്നത് മറ്റൊരു ഇനം കൂടെയാണ്. അതുപോലെ തന്നെ കസ്തൂരി മാങ്ങ എന്ന് പറയുന്നത് മറ്റൊരു ഇനമാണ്. അമരാപ്പാടി എന്ന് പറയുന്നത് വേറൊരു തരം മാങ്ങയാണ്. കൊളംബോ. അതുപോലെ തന്നെ അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്ലാവുകളെക്കുറിച്ചാണ്. ഡങ്സൂരിയ, അതുപോലെ വിയറ്റ്നാം എയർലി. ഏറ്റവും കൂടുതൽ കായ്ഫലം കിട്ടുന്നതും വളരെ ചുരുക്കം നാളുകൾ കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതായിട്ടൊന്നാണ് ഈ
വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധതരം സപ്പോർട്ടകൾ, സ്റ്റാർ ഫ്രൂട്ട്, റംബൂട്ടാൻ്റെ വിവിധ തരത്തിലുള്ള ഡിഫറെൻറ്റ് ക്വാളിറ്റികളുള്ള സാധനങ്ങൾ, തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്ന തായ്ക്കിങ് ചാമ്പ, ബാലി ചാമ്പ, കിങ്കോങ് ചാമ്പ, ഞാവലിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ്, അതിൻ്റെ വൈറ്റ് ആയിട്ടുള്ളത്, നമുക്ക് ചട്ടിയിലും അതുപോലെ തന്നെ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഷുഗർ പേഷ്യൻസ് കഴിക്കാൻ പറ്റുന്ന സ്വീറ്റ് ബുഷ് ഓറഞ്ച്, അതിൻ്റെ വെറൈറ്റി ഐറ്റംസ്, ലിച്ചി, അങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മിസ് ഇന്ത്യ ബിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റവും, വിവിധ തരത്തിലുള്ള മാതളവും, പേരുകളിൽ തന്നെ വെറൈറ്റി ഐറ്റംസും, അതുപോലെ തായ്ക്കിങ് പേര എന്ന് പറയുന്നത് അകത്ത് റെഡായിട്ടുള്ള കളറുള്ള ഒരു പേരയ്ക്കാണ്. റെഡ് ഡയമണ്ട് ഗുവ എന്ന് പറയുന്നതും ജാവി റെഡ് എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി അകത്ത് നല്ല റെഡിഷ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് കൂടെയാണ്. നല്ല രുചികരമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൂട്ടാണ് അതിലൊന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോബെറി, റംബൂട്ടാൻ്റെ വിവിധ ഐറ്റങ്ങൾ, അതുപോലെ തന്നെ അവക്കാഡോ. ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ചൈനീസ് മൊസാമ്പി എന്ന് പറയുന്ന ഒരു ഐറ്റം, ഇസ്രായേൽ അത്തി, അതുപോലെ തന്നെ പാലസ്തീൻ അത്തി, സ്വീറ്റ് സാന്തോളം എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, ശ്രീലങ്കൻ തെങ്ങുണ്ട്, ഗംഗാബോണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ബുഷിയായിട്ട് നിന്നിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് തേങ്ങകൾ കിട്ടുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഐറ്റംസ് ആയിരുന്നാലും ഈ മലേഷ്യൻ യെല്ലോ ആണെങ്കിലും മലേഷ്യ ഓറഞ്ച് ആണെങ്കിലും ഒരുപാട് തേങ്ങ കിട്ടുന്ന ഐറ്റമാണ്. നമുക്ക് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന സന്നങ്കി എന്നുള്ള തെങ്ങിനും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ തിരുവനന്തപുരം ഗ്രീൻ ഹട്ടിലെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക, ഇവിടെ വന്ന് ഇറങ്ങാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതുതായിട്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞ് കാണാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഒരു ഇതുപോലുള്ള വിശേഷമായിട്ട് അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.